നല്ല നാടൻ പപ്പായ. പപ്പായയുടെ കഴിഞ്ഞ ദിവസം മാത്തില് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും നാടൻ വിഭവങ്ങൾ വയലിലൊക്കെ കൃഷി ചെയ്ത മത്തന്റെ ഇല, പച്ചക്കായി, വെള്ളരിക്ക, പടവലങ്ങ, എല്ലാം എല്ലാ സാധനം കിട്ടും. അവിടുന്ന് വാങ്ങിച്ചു തന്നേരം ഈ വെച്ച് കടയിൽ നിന്ന് വാങ്ങിച്ചു തന്ന കഴിക്കൂ. ഇത് പിന്നെ എനിക്ക് ഇന്നലെ മുതൽ തീരെ വയ്യ. പമ്പോട്ട് പറഞ്ഞ എന്തെങ്കിലും ആയിട്ട് കഴിക്കുന്നുണ്ടോ, എന്തെങ്കിലും ആയിട്ട് കഴിക്കുന്നിട്ട് അങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ആയിട്ട് കഴിക്കണം, ഇല്ലെങ്കിൽ എഴുന്നേക്കാൻ പറ്റൂല. എല്ലാം പോയിട്ടാ അതുകൊണ്ട് എന്റെ ശരീരം ഉഷാറായി. പമ്പോട്ടും ഉഷാറായില്ല, എനിക്ക് ആളില്ലേ. ഉഷാറായില്ല, എനിക്ക് ആളില്ല മുമ്പോട്ടാ. തീർച്ചയായും നടുവിന് അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഇപ്പം എന്തോ ദൈവകടാക്ഷം കൊണ്ട് ആ പരിപാടി ഇല്ല, അല്ലേ? നടുവേദനയില്ല. പിന്നെ ഇടയിൽ ഒരു ദിവസം എന്തോ കിടന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ വീണ്ടും ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് കിടക്കുന്ന എങ്ങനെയാ അതുപോലെ ഇങ്ങനെ ചുരുണ്ട് കിടന്നു. സംഭവം പോയി. അമേരിക്കയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കുമാർ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ അവിടെ ബിസിനസ് ആണ്, നല്ല സുഹൃത്താണ്. പുള്ളിക്കാരൻ ഇതുപോലെ ഏകദേശം 10-12 മണിക്കൂറൊക്കെ നിന്നു. ഒരുപാട് ഗ്യാസ് സ്റ്റേഷൻസ് ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ നിന്ന് സാമ്പത്തികമായ പൈസ ഇങ്ങനെ ഡോളറുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിന്ന് ഡോളർ മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ശരീരം ശ്രദ്ധിക്കണ്ടേ, റെസ്റ്റ് ഇല്ല. കാരണം എന്താ പറഞ്ഞാൽ ഇരിക്കാൻ സമയമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കാതിരിക്കുമ്പോൾ ഒരേ നിപ്പ് ഇതാവും. ചിലപ്പോൾ ഒരേ സമയത്ത് ഒറ്റക്കാലിൽ മാത്രം നിൽക്കും. ഈ ഒറ്റക്കാലിൽ നിൽക്കുക പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം നമ്മുടെ ഡിസ്കിൽ 2 കാലിൽ ഒരുപോലെ സ്റ്റാൻഡർഡൈസ് ആയിട്ട് നിൽക്കണം. അപ്പൊ അങ്ങനെ പുള്ളിക്കാരൻ നടുവേദനയുണ്ടോ ഇങ്ങനെയാണ്. ഒരു ദിവസം നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ലേഖ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ കാര്യം. അപ്പൊ എന്നോട് ചോദിച്ചു, അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കിടക്കണം. ശരിക്ക് ഒരു ഗർഭപാത്രത്തിൽ കുഞ്ഞെങ്ങനെ കിടക്കും അതുപോലെ കൈ വെച്ചിട്ട് അങ്ങ് കിടക്കുക, ഒരു വശത്തേക്ക് ചെരിഞ്ഞിട്ട്. ഏത് വശത്താണ് പുള്ളിക്കാരന്റെ കാല് വേദന വന്ന് ആ വേദന ഇങ്ങനെ ഇതുവഴി സയാറ്റിക്ക ഈ വിരലേക്ക് ഇറങ്ങി. എനിക്കും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഒന്നുകിൽ എന്നോട് മുമ്പ് പറഞ്ഞതാണ്, നമ്മൾ AJ ഹോസ്പിറ്റലിൽ മംഗലാപുരം പോയ സമയത്ത്, നിങ്ങൾക്ക് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബൾജായ ഡിസ്ക് കട്ട് ചെയ്ത് അവിടെ നിന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/2 മണിക്കൂർ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പൊ അതിനേക്കാളും നല്ലത് നിങ്ങൾ ഈ ഫീൽഡും സിനിമയും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളല്ല, നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതില്ലാതെ തന്നെ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10 ദിവസം 15 ദിവസം ഒറ്റ കിടപ്പ് കിടക്കണം. അങ്ങനെ ആ ഡോക്ടറുടെ ശുപാർശ പ്രകാരം, അല്ലെ, സുനിൽകുമാർ ഷെട്ടിയുടെ ഒരു അനുഗ്രഹം നിറഞ്ഞ വാക്കുകളിലൂടെ നമ്മൾ 15 ദിവസം 30 ദിവസം കിടന്നു. ആ കിടന്നതോടുകൂടി എൻ്റെ നടുവിന്റെ ഡിസ്ക് ശരിയായി. ഞാൻ പക്ക പെർഫെക്റ്റ് ആയി നടക്കുന്നു. 2 ഗ്യാസ് കുറ്റിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കിടലോ നടക്കും. കിടന്നിട്ട് നായയൊക്കെ ഇങ്ങനെ നക്കി കുടിക്കുന്നവരെ അങ്ങനെ കഴിക്കുക. മീൻസ് അത്ര പോലും ലേഖയാണ് വാരി തന്നത്. അപ്പോ അത്ര പോലും ഭീകരമായ അവസ്ഥ. പക്ഷെ മനസ്സ് ഭയങ്കര പവർഫുൾ ആയിരുന്നു. പക്ഷെ മനസ്സ് പവർഫുൾ ആയിട്ട് കാര്യമില്ല, ശരീരം തളർന്നാലോ. അപ്പൊ ഞാൻ എന്തായാലും ഇങ്ങനെ ആലോചിക്കും, ഈ ശരീരം തളർന്ന ആൾക്കാരുടെയൊക്കെ മനസ്സ് എങ്ങനെയായിരിക്കും. എന്തായാലും ഞാൻ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ ഇവര് പെട്ടെന്ന് തട്ടിക്കൊണ്ടുപോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കിടന്ന് കരയാനേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് ആലോചിക്കും. അപ്പൊ എല്ലാ ശരീരത്തിന്റെ അവയവങ്ങൾക്കും വരുന്ന എന്ത് തരുന്ന അവസ്ഥകളും മോശമായ അവസ്ഥകളൊക്കെ സീരിയസ് ആണ്, അല്ലെ? അപ്പൊ നടുവേദന ഏത് രോഗാവസ്ഥയും. അപ്പൊ നടുവേദനയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റെസ്റ്റ് ചെയ്യുക. ചില സ്ഥലത്ത് നമ്മുടെ വേറൊരു സുഹൃത്തുണ്ട്, അങ്ങനെ അടുത്ത് വലിയ തിരുമിക്കും. ഒരേ തിരുമിക്കലാണ്. തിരുമിക്കൽ പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്കാരനെ മുട്ടും കൊണ്ടാ തിരുമുക, കാല് നടുവൊക്കെ ഇതാക്കി. ഞാൻ കുറച്ച് രോമാവൃതമായതുകൊണ്ട് തന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനകത്തേക്ക് കൂടെ സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കുന്ന പോലെ കൈയുടെ മുട്ടും കൊണ്ട് ഇതാക്കിയിട്ട് അയാൾ ഇങ്ങനെ കയറി നിന്ന് മുഴുവൻ എൻ്റെ കാലിന്റെ ഉപ്പാടിളക്കും, രക്ഷയില്ല. എന്നിട്ട് ഞാൻ എൻ്റെ വേറൊരു സുഹൃത്തിൻ്റെ അടുത്ത് ആധുനിക ആയുർവേദത്തിന്റെ ആളൊക്കെയാണ്, അങ്ങനെ അടുത്ത് പോയിട്ട് അക്യുപങ്ക്ചർ, ആയുർവേദം അല്ല, ഫിസിയോതെറാപ്പി. മാറി മുമ്പ് എനിക്ക് കൈയുടെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് മാറിയിട്ടുണ്ടായിരുന്നു.
പക്ഷെ അത് ഇതുപോലെ ഈ സയാറ്റിക്ക പെയിൻ വന്ന സമയത്ത് ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി. ഒരു 10, 12 ദിവസം ഈ നീഡിൽ ചികിത്സ ചെയ്തു. ഒരു ദിവസം ഒരു 17 സൂചിയൊക്കെ എൻ്റെ ഇങ്ങനെ ചന്തി മുതൽ താഴെ വരെ കേട്ടു. ഇങ്ങനെ ചുമ്മാ അങ്ങട് കേട്ടിട്ട് അതിന് ഷോക്ക് കൊടുത്തിട്ട് എന്നിട്ടും രക്ഷയില്ല. എന്നിട്ട് രക്ഷയില്ലാതെയാണ് ലാസ്റ്റ് ഞാൻ അവൻ തന്നെയാണ് പറഞ്ഞു തന്നത്. അതേ ആള് തന്നെയാണ് പറഞ്ഞു തന്നത്. പിന്നെ ഇന്ന പോലെ ഇവിടെ പോണം. അതുകൊണ്ടൊന്നും ശരിയാവില്ല. കാരണം നമ്മുടെ മസിൽസ് എല്ലാം കുറവാണ്. നമ്മൾ ഇരുന്നിട്ടൊക്കെ വർക്ക് ചെയ്ത് ചിലപ്പോൾ എത്രയോ മണിക്കൂറുകൾ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യും. ചിലപ്പോൾ ശ്രദ്ധിക്കൂല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടിലൂടെയാണ് ഇത് വരുന്നത്. അല്ലേ? നമ്മുടെ പിന്നെ ഇത് ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല. ഒരുപാട് വർഷങ്ങളിലൂടെ നമ്മുടെ ജീവിതചര്യകളിലൂടെ വരുന്നതാണ്. അപ്പൊ അതെന്തോ ഈ കിടന്നിട്ട് തന്നെ മാറി. ഇത്രയേ ഉള്ളൂ അവസ്ഥ. നമ്മുടെ ശരീരത്തിന് എന്ത് ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിലും ശരീരത്തിന് അത് ക്യൂർ ചെയ്യാൻ, അത് പാകപ്പെടുത്തി ആ അവസ്ഥ ഇല്ലാതാക്കി നേരെയാക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. അതിനാണ് റെസ്റ്റ്. ശരീരത്തിന് റെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് അർത്ഥത്തിലും. ഇപ്പോൾ ക്യാൻസർ പോലുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര പവർ ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. അവരെ ഒറ്റപ്പെടുത്താൻ പാടില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗ്രന്ഥികളുണ്ട്. ഇപ്പോൾ ഹൈപ്പോതലാമസ് ഉണ്ട്, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുണ്ട്, അതുപോലെ തന്നെ പാൻക്രിയാസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരവസ്ഥ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളൊരു ഇരുട്ടില് ഒറ്റപ്പെട്ടു പോയാൽ നമ്മൾ പെട്ടെന്ന് ആകെ വേർത്ത് കുളിക്കുകയും കണ്ണൊക്കെ ചുവപ്പ് ആകെ ഭയങ്കര പെട്ടെന്ന് നമ്മൾ ഭയം ഉണ്ടായി കഴിഞ്ഞാൽ അതെന്തുകൊണ്ടുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്ത് ഈ ഗ്രന്ഥികളൊക്കെ ഉത്പാദിപ്പിക്കുന്ന ഒരു സംവേദനം വേറെ രീതിയിൽ ആ സമയത്ത് നോക്കി ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം കാർഡിയാക്കിന് പ്രശ്നം ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, BP ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ നല്ല പാകപ്പെടുത്തി സന്തോഷത്തിലൂടെ നീക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വർക്ക് ചെയ്യാനുള്ള ഒരു ശക്തി കിട്ടും. അത്രയേ ഉള്ളൂ. പേഷ്യന്റിന്റെ കൂടെ നിൽക്കുക. അങ്ങനെ ആ. ഇതെല്ലാം അമ്പോട്ടൻ എനിക്ക് ഇങ്ങനെ ആയതിനു ശേഷം പഠിച്ചോ എന്ന് എനിക്കറിയില്ല. അമ്പോട്ടൻ ഇപ്പൊ നന്നായി സംസാരിക്കും. അല്ല ഇത്തരം കാര്യങ്ങളെല്ലാം കാരണം നമ്മളെ ശരീരം നേരെയൊക്കെ നമ്മൾ തന്നെ തീരുമാനിച്ചു പറ്റും. അതന്നെ റെസ്റ്റ് കൊടുക്കണം സ്വന്തം ശരീരത്തിൽ നിന്നുള്ളത്. മനസ്സും ധൈര്യമായിട്ടിരിക്കുക. അപ്പൊ തൽക്കാലത്തേക്ക് വിടാം. ഞാൻ ഫേസ്ബുക്കിന് വേണ്ടി ചെയ്തതാണ്, പക്ഷെ ഇത് യൂട്യൂബിലിടും. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം. 37,000 സബ്സ്ക്രൈബറുള്ള എനിക്ക് 1000 സബ്സ്ക്രൈബർ ഇപ്പോഴുള്ളൂ അല്ലേ പോട്ടാ. അതെ. അപ്പൊ തീർച്ചയായും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ കമന്റും അഭിപ്രായങ്ങൾ എഴുതി എന്നിട്ട് പോകും. ബൈ ബൈ. ബൈ 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 ബൈ.